നിങ്ങളിൽ പാസ്റ്റർ കെ ഇ എബ്രഹാമിനെ കണ്ടു ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആന്റി. പക്ഷേ നിങ്ങൾ ആരും പാസ്റ്റർ കെ ഇ എബ്രഹാമായിട്ട് കാണുമോ? എനിക്ക് അതിനൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഞങ്ങൾക്കിവിടെ ഒരു ടീമുണ്ടായിരുന്നു. ഞങ്ങൾ ടീമായിട്ട് പാസ്റ്റർ കെ ഇ എബ്രഹാമിന്റെ ഭവനത്തിൽ അദ്ദേഹം അവിടെ വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നു. ടീമായിട്ട് യങ് ജനറേഷൻ, ഐ തിങ്ക് ഐ വാസ് ഒരു 19 വയസ്സും 20 വയസ്സും അവിടെ ചെന്നു. ഞങ്ങളൊരു കൺവെൻഷൻ നടത്താൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കൺവെൻഷൻ ഈ തൂണൊക്കെ ഇട്ട് അന്നേരം അവിടെ തേക്കിന്റെ തൂൺ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തൂണൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി പന്തലിടാനും വേണ്ടി ഞങ്ങൾ ഒരു 5-6 ചെറുപ്പക്കാർ ചെന്ന് അപ്പച്ചനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുമ്പനാട് ജംഗ്ഷനിൽ സ്ഥിരമായിട്ട് കവല പ്രസംഗിയായിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, പക്ഷേ നല്ല നീളവും പൊക്കമൊക്കെയുള്ള നല്ല കറുത്ത് നല്ല സുമുഖനായ ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഒരു ശങ്കയും കൂടാതെ പ്രസംഗിക്കും. അധികം ആളുകളൊന്നും പുള്ളിയെ ഗവനിക്കാറില്ല, കരുതാറില്ല പുള്ളി. പക്ഷേ ഞങ്ങൾ അവിടെ ഇരുന്ന് പാസ്റ്റർ കെ ഇ എബ്രഹാമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടെ വീടിന്റെ മുന്നിൽ വന്ന അവിടെ നിന്നപ്പോൾ പാസ്റ്റർ കെ ഇ എബ്രഹാം എഴുന്നേറ്റു. ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ചെന്ന് കൈ കൊടുത്തു അദ്ദേഹത്തോട് ഞാൻ കുശല പ്രശ്നിച്ചു. എന്നിട്ട് അന്നമ്മോ അമ്മച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് എന്തെങ്കിലും ഭക്ഷിപ്പാൻ കൊടുക്കാനായിട്ട്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ ഇ എബ്രഹാം പറഞ്ഞത് ഇന്നെന്ന പോലെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ മനുഷ്യൻ, ഒരു സഭയുടെ വലിയ നേതാവ്, ഒരു സാധാരണക്കാരിൽ സാധാരണനായ ഒരു സ്ട്രീറ്റ് പ്രസംഗിയായ മനുഷ്യനെ കണ്ടപ്പോൾ താൻ എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തിന് കൈ കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിച്ച ആ ക്യാരക്ടർ എന്നെ വളരെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തിയിൽ ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ റോഡിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് പിക്ചേഴ്സിലൊക്കെ കാണുമ്പോൾ പല സ്ഥലങ്ങളിലും പിന്നെ ശേഷം നിന്ന് അവരുടെ അടുത്ത് പോയി അവരെ കണ്ട് കൈ കൊടുത്തിട്ട് അവരെ എന്നാൽ കഴിവത് സഹായം. പ്രത്യേകിച്ച് എൻ്റെ മകൾ ഒരു മാസം 33 ദിവസം പുഷ്പഗിരി ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും തിരുവല്ല ആ ജംഗ്ഷനിൽ കൂടെ പോകുമ്പോൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന പലരെ മോട്ടോർ സൈക്കിളിൽ അല്ലെങ്കിൽ അവരുടെ സൈക്കിളിൽ വന്നിട്ട് പ്രസംഗിക്കുന്ന പലരെ കാണും. അപ്പോൾ സാർക്ക് അറിയാം, ഞാൻ അവിടെ പോയി അവർക്ക് കൈയൊക്കെ കൊടുത്തിട്ട് ആരും അറിയാതെ അവരെ സഹായിച്ചിട്ട് ഞാൻ മാറി പോയി. അപ്പോൾ ഞാനത് പറഞ്ഞു വരുന്നത്, എനിക്ക് ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഒത്തിരി ബഹുമാനമുണ്ട്.